ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ക്യുവറ്റിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി മാർച്ച് 26 വരെ സമയമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആ സമയത്തൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായ ഒരു കൺഫ്യൂഷൻസ് ആണ് യൂണിവേഴ്സിറ്റി സെക്ഷൻ. അതായത് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ആണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസും കംപ്ലീഷനും ഒക്കെ ഇവിടെയാണ് കാണിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി കേസിൽ ഇവിടെ ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാം. ആ ഡീറ്റെയിൽസിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാം ഈ സെക്ഷനിൽ ശരിക്കും ഒരുപാട് പേർക്ക് കറസ്പോണ്ടിങ് യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ നോക്കുന്ന യൂണിവേഴ്സിറ്റീസ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഓൾസോ ഐക്കറിന്റെ കാര്യങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ശരിയാണ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിറ്റീസിനെ കാണിക്കുമ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമ്മൾ നോക്കിയിരുന്ന യൂണിവേഴ്സിറ്റീസ് കുറെയൊക്കെ കാണിക്കുന്നത് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പറയാനാണ് ശരിക്കും ഈ വീഡിയോ. നമ്മുടെ വെബ്സൈറ്റിൽ ക്യുവറ്റിന്റെ വെബ്സൈറ്റിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയും പ്രോഗ്രാമും ഡൈനാമിക് ആണെന്നും അറ്റ് ഈസ് ഗെറ്റിംഗ് റെഗുലർലി അപ്ഡേറ്റഡ് എന്നുമാണ് അവർ പറയുന്നത്. അതായത് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റീസിന്റെ പ്രോഗ്രാമിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സ് കൊടുക്കുക എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ആഡ് ചെയ്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ക്യുവറ്റിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിലവിൽ ചെയ്യുന്നവരാണെങ്കിൽ മാർച്ച് 26 വരെ സമയമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ എൻറോൾ ചെയ്തൊക്കെ വെക്കുക. പറ്റുമെങ്കിൽ ഫീസ് സബ്മിഷൻ കുറച്ച് ഡിലേ ആക്കുക, ഒരു 1 വീക്ക് ഒക്കെ ഡിലേ ആക്കി കഴിഞ്ഞ് ചെയ്താലും മതി. മാർച്ച് 26 മുമ്പ് ചെയ്യണം, അതെന്തായാലും ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ആവില്ല. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാന്നുള്ളത് ഒരു തരത്തിലൊരു സേഫ്റ്റി മെഷറാണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം അവർ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓർ പ്രോഗ്രാംസ് ആർ ബീങ് ഡൈനാമിക് ആണ്, ഗെറ്റിംഗ് അപ്ഡേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പം ചിലർക്ക് നേരത്തെ AMU ഒന്നും കിട്ടുന്നില്ലായിരുന്നു, അപ്പൊ അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ മാറ്റങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റി ഇവിടെ വന്നോണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ചെയ്യാവുന്നത്. ചിലർക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ശരിക്കും ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഒക്കെ വരുന്നുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം BSc ഹോണേഴ്സ് കോഴ്സുകളെല്ലാം വന്നിട്ടുണ്ട്. ഡൽഹിയിലെ ഹോണേഴ്സ് കോഴ്സുകളൊക്കെ നോക്കണം, നല്ല കോഴ്സുകളാണ്. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഫസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫൈനൽ സബ്മിറ്റ് ചിലപ്പോൾ വേണമെങ്കിൽ തൽക്കാലം ഇപ്പൊ ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്താലും മതിയോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആഡ് ചെയ്താൽ പോരെ. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം ആഡ് ചെയ്യണം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഇൻസ്ട്രുമെന്റേഷൻ ഹോണേഴ്സും കൂടെ ഞാൻ നോക്കുകയാണ്. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ ഹോണേഴ്സും കൂടെ എനിക്ക് ഇടയ്ക്ക് ലോഗിൻ ചെയ്തിട്ട് എന്റെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അവിടുത്തെ കറസ്പോണ്ടിങ് സബ്ജക്റ്റുകൾ കാണിക്കും. അപ്പം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് പേപ്പർ സബ്ജക്ട് സെലക്ഷനിലേക്ക് പോവാം. അപ്പം അവിടെ എന്തെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റിന് മാറ്റം വരുത്തണമെങ്കിൽ അത് ഇവിടെ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കോൺസ്റ്റന്റ്ലി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ശരിക്കും സമയം അനുസരിച്ച്. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഇത് മാറ്റാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റീസ് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് അവർ പറയുന്നത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ്, യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ആർ ഡൈനാമിക് ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ് എന്നാണ്. പിന്നെ സിലബസ് എന്നൊരു ഐക്കൺ അവർ ആക്ച്വലി സൈറ്റിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്യുവറ്റ് UGന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് സിലബസ് എന്ന ഐക്കൺ അവിടെ കാണാൻ. ശരിക്കും നമ്മൾ ഇവിടുന്ന് കയറി നോക്കിയാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചാൽ നമുക്കിപ്പോൾ എന്തായാലും ക്യുവറ്റിന്റെ വെബ്സൈറ്റ് തന്നെ നോക്കാം. exams.nta.ac.in/QuetUG ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അവിടെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിലബസ്, യൂണിവേഴ്സിറ്റി, ഡൗൺലോഡ്സ്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഒക്കെ കാണാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആണ്. ക്യുവറ്റ് ആപ്ലിക്കേഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നും പറഞ്ഞ പോലെ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദെയർ ഓഫേർഡ് പ്രോഗ്രാംസ് ആർ ഡൈനാമിക് ആൻഡ് ഈസ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ് എന്നാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി. പിന്നെ ഇവര് സിലബസിൽ ആക്ച്വലി നിങ്ങളുടെ സിലബസിന്റെ വിൻഡോ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ അതിന്റെ എനിക്ക് തോന്നുന്നത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. റിക്വസ്റ്റിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. ഉടനെ അപ്ഡേറ്റ് ആകും സിലബസ് ഏതാന്നുള്ളത്. പക്ഷെ ഇപ്പൊ നിലവിൽ 2023-24 NCERT-ലുള്ള +2 പ്ലസ് ഹയർ സെക്കൻഡറി, നിങ്ങളുടെ NCERT CBSE ആണെങ്കിൽ CBSE NCERT-ന്റെ +2 സിലബസ് ആണ്. 2023-24 ബേസിലുള്ള സിലബസ് ആണ് ചോദിക്കുക. അത് നോക്കിയാൽ മതി. അപ്പം ഇത്രയുമാണ് ഇപ്പൊ ജനറലി നമുക്ക് ഇപ്പൊ നിലവിൽ പറയാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഐക്കറിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ അത് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.